ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പുതിയ സർക്കാരിന്റെ കീഴിൽ ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകുന്നതിന്റെ സൂചനകൾ ഉണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ഇന്ത്യ വിരുദ്ധത തലയ്ക്ക് പിടിച്ച ഒരു കൂട്ടം ബംഗ്ലാദേശി ചെറുപ്പക്കാരെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാകിസ്ഥാന്റെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ ലക്ഷ്യമിട്ടെത്തിയ 8 പേരെയാണ് 2 സംസ്ഥാനങ്ങളിൽ നിന്നും IB അടക്കമുള്ള രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടിയത്. ലഷ്കർ-ഇ-തോയ്ബ, പാക് ചാര സംഘടനയായ ISI, ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ എന്നിവയുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന സംഘത്തിന്റെ ഭീകര പദ്ധതി ഡൽഹി പോലീസാണ് തകർത്തത്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ വലിയ ഭീകരാക്രമണ പദ്ധതികളാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞത്. തമിഴ്നാട് തിരുപ്പൂരിലെ വസ്ത്രശാലകൾ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് ജോലി ചെയ്തിരുന്ന 8 പേരെയാണ് പിടികൂടിയത്. മിസാനുർ റഹ്മാൻ, മുഹമ്മദ് ഷബാദ് ഉമർ, മുഹമ്മദ് ലിച്ചൻ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് ഉജ്വൽ എന്നിവരെ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് 2 പേരെ പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് ഞായറാഴ്ച ഡൽഹി പോലീസ് പിടികൂടിയത്. വ്യാജ ആധാർ കാർഡുകൾ ഉൾപ്പെടെ ഇവരിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. സംഘത്തിലെ ചിലർ ബംഗ്ലാദേശ് പൗരന്മാരാണെന്ന് പോലീസ് പറയുന്നുമുണ്ട്. പിടിയിലായ സംഘത്തിനെ നിയന്ത്രിച്ചിരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണെന്നും ഇതിൽ നിന്നും ഒരു കാശ്മീരി സ്വദേശിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. ലഷ്കർ-ഇ-തോയ്ബയുമായി സംഘം ബന്ധപ്പെട്ടിരുന്നുവെന്നുമാണ് പോലീസ് കണ്ടെത്തുന്നത്. കൂടാതെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെത്തി അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു പിടിയിലായ സംഘത്തിലെ വിദേശികൾ. വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെ സംഘത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണച്ചുള്ള ഓൺലൈൻ പോസ്റ്ററുകളെ കുറിച്ചുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ. പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ സംഘം തിരുപ്പൂരിലെത്തിയാണ് അന്വേഷണം നടത്തിയത്. ഈ 6 പേരും മേഖലയിലെ വസ്ത്രനിർമ്മാണ ഫാക്ടറികളിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നാണ്, വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. സംഘത്തിൽ നിന്ന് ഒട്ടനവധി മൊബൈൽ ഫോണുകളും ഒരുപാട് സിം കാർഡുകളും ഉൾപ്പെടെ അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. ഇവ ഡിജിറ്റൽ തെളിവുകളാണ്. വരും ദിവസങ്ങളിൽ കേസ് സംബന്ധമായ വിശദമായ അന്വേഷണവും പരിശോധനയും നടക്കുമെന്ന് പോലീസ് പറയുന്നു. ഇതേ മാതൃകയാണ് കേരളത്തിൽ പെരുമ്പാവൂർ എന്ന സ്ഥലത്തുമുള്ളത്. അവിടെ ബംഗ്ലാദേശികൾ ഉണ്ട്, അവിടെ വ്യാജ ആധാറിൽ അവരവിടെ താമസിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് ഓരോ ദിവസവും ചില മാധ്യമങ്ങളെങ്കിലും പുറത്തേക്ക് വിടുന്നുണ്ട്. ആലുവയിൽ താമസിക്കുന്നവർക്കൊക്കെ കൃത്യമായി അറിയാവുന്നൊരു കാര്യവുമാണ്. പക്ഷേ പോലീസ് ഇതൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ കേരള സർക്കാർ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശികളെ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഭീകരാക്രമണം നടത്താൻ അല്ലെങ്കിൽ ഭീകര പദ്ധതികൾ നടത്താനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ തുടങ്ങിയിട്ട് പല ദിവസങ്ങളായി, പല വർഷങ്ങളായി. അതിൻ്റെ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ തന്നെ ആഭ്യന്തര വകുപ്പിന്, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് അയച്ചു നൽകിയിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ IBയും സ്പെഷ്യൽ ബ്രാഞ്ചിനൊന്നും ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കാനുള്ള താല്പര്യമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് മറ്റു പല കാര്യങ്ങളിലാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവിടെ NIAയും അതോടൊപ്പം തന്നെ IBയും ഉൾപ്പെടെ ഉള്ളവർ കേരളത്തിൽ വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ് ദില്ലിയിലേക്ക് തിരിച്ചു കൊണ്ട് പോകുമ്പോഴാണ് കേന്ദ്ര ഏജൻസികളൊക്കെ ഇങ്ങോട്ട് വന്നോ എന്ന് IBയിലെ ഉദ്യോഗസ്ഥർ, നമ്മുടെ കേരള കേഡർ IBയിലെ ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ പോലും അറിയുന്നത്. അത്രയേറെ കേരളത്തിൽ ഏതെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ വിദേശികൾക്കോ വന്ന് കേരളത്തിൽ ഒളിവിൽ താമസിക്കാനുള്ള ഒരു സാഹചര്യം തുറന്നുണ്ട്. അതായത് വിശാലമായ ഒരു ടൂറിസം സംവിധാനം, ഏത് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്കും കേരളത്തിൽ വന്ന് സുഖമായി താമസിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് പെരുമ്പാവൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ. വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പെരുമ്പാവൂരിനെ സംരക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് #, വരുമ്പോൾ മാത്രം തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും DYSPയോ SPയോ ഒക്കെ ഉത്തരവിട്ടുകൊണ്ട് ഒരു ദിവസം മാത്രം ഒരു ക്ലീൻ പെരുമ്പാവൂർ എന്നൊരു ക്യാമ്പയിനുമായിട്ട് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ഡോഗ് സ്ക്വാഡിനെയും ബോംബ് സ്ക്വാഡിനെയും ഒക്കെ ഇറക്കി, അല്ലെങ്കിൽ എക്സൈസിനെയൊക്കെ ഇറക്കിക്കൊണ്ട് ഒരു പരിശോധന നടത്തിയിട്ട് കാര്യമില്ല. കാടടച്ചുകൊണ്ടുള്ള ഒരു പരിശോധന പെരുമ്പാവൂരിൽ നടത്തിയാൽ 100-ൽ പരം ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.